എന്താ ശിവാനി, നീ വിഷം കൊടുത്തു കൊന്ന നിർമ്മലാമ്മ എങ്ങനെ ജീവനോട് തിരിച്ചു വന്നു ആലോചിക്കുന്നത്? എന്തൊരു ചോദ്യ ഗൗതം ഇത്. ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയെന്നല്ലേ ഇന്നലെ ഗൗതം പറഞ്ഞത്. മോർച്ചറി വരെ എത്തിയ ഒരാള് എങ്ങനെയാ പച്ച ജീവനോട് ഇവിടെ വന്നിരിക്കുന്നത്? മരണാനന്തര ചടങ്ങുകൾ നടത്താൻ പോയ രണ്ടുപേര് ഡെഡ് ബോഡിക്ക് ജീവൻ കൊടുത്ത് തിരികെ കൊണ്ടുവന്നു കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. അല്ലേ പാറു? സ്വാഭാവികം. അതെ, ഒരുപാടങ്ങ് സ്തംഭിച്ച് നിൽക്കണ്ട. തുറന്നങ്ങ് പറഞ്ഞ നീ കൊടുത്ത വിഷം കഴിച്ചിട്ടൊന്നും ആന്റി മരിച്ചില്ലായിരുന്നു. നീയും നിന്റെ ബുദ്ധിമതിയായ ജ്യോതിർമയും മുറിക്കകത്ത് നിന്ന് ഈ പാവത്തിനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്ക്. ആ 4 ചുവരുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് വിശ്വസിച്ച് നിങ്ങൾ നടത്തിയ ചർച്ച. ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കേട്ടോ? നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമെന്ന് കരുതി നിങ്ങൾ നടത്തിയ ഗൂഢാലോചന ഒരു ചുമരിനിപ്പുറം നിന്ന എന്റെ ചെവിയിലെത്തി. നിങ്ങൾ നിർമ്മലാന്റിയെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ ആ പദ്ധതിയെ എങ്ങനെ ജ്യോതിർമയെയും CKCയെയും ഈ വീടിന് പുറത്താക്കാവുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. നിധിയുടെ ഉള്ളിൽ തോന്നിയ ബുദ്ധി നിധി ആദ്യം പറഞ്ഞത് ഞങ്ങളോടാ. അതെ, നീ ഇങ്ങനൊരു പ്ലാനിംഗ് നടത്തുന്നു എന്ന് അറിഞ്ഞ നിമിഷം ഗൗതം പറഞ്ഞത് എന്താണെന്ന് അറിയോ? കൊല്ലും ഞാൻ അവളെ. ഗൗതം, ഒന്ന് പതുക്കെ. പ്രശ്നം ഉണ്ടാക്കേണ്ട സമയമല്ലിത്. പിന്നല്ലാതെ ആ പാവത്തിന് വിഷം കൊടുക്കാൻ തീരുമാനിച്ചോടെ വെറുതെ വിടണോ? വെറുതെ വിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരുടെ പ്ലാനിംഗ് കേട്ടപ്പോ എനിക്ക് വേറൊരു ഐഡിയ തോന്നിയത്. നിധി, ഓരോ ഐഡിയ ആലോചിച്ചിരിക്കാനുള്ള സമയമല്ലിത്. അയ്യോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഗൗതം. അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എടാ, ഒന്ന് കേക്ക്. ശരി, എന്താ നിന്റെ ഐഡിയ? നിർമ്മലാന്റിയെ വിഷം കൊടുത്ത് കൊല്ലാനുള്ള ജ്യോതിർമയിയുടെയും ശിവാനിയുടെയും ഐഡിയ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ എന്ത് വഴിയുണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നത്. അനുകൂലമാക്കി മാറ്റാനോ? എങ്ങനെ? അവര് വിഷം കൊടുക്കട്ടെ, നല്ല രീതിയിൽ നമ്മളൊന്ന് അഭിനയിച്ചാൽ അതോടെ ഈ അവസരം മുതലെടുത്ത് ജ്യോതിർമയെയും CKCയും നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. എന്തൊക്കെ മോളെ നീ പറയുന്നേ? വിഷം കൊടുക്കട്ടെ എന്നാണ് നീ പറയുന്നേ? ഒന്ന് പോയേ നീ. അതൊന്നും വേണ്ട. നിധി കൈവിട്ട കളിയത്. എന്റെ അമ്മേ, നിർമ്മല ആന്റിക്ക് ഒരു പോറല് പോലും ഏൽക്കാതിരുന്നാ പോരെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, എങ്ങനെ? ഇതാ പാവത്തിന്റെ ജീവന്റെ പ്രശ്നമാണ്. ഗൗതം, ഒന്നും ഒന്നും പേടിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ജ്യോതിർമയെയും CKCയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ളത് എന്റെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ഈ പാവ നിർമ്മലാന്റിയുടെ ജീവന് ഒരാപത്തും വരാൻ പാടില്ല. എന്റെ മുന്നിലുണ്ടായിരുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിന്റെയും ജ്യോതിർമയുടെ ഓരോ നീക്കവും ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ. അയ്യോ, ഇന്ന് പറ്റില്ല CKC. അപ്പോ CKC ഓഫീസിലേക്കല്ലേ പോയത്? ഹലോ, എന്താ പറഞ്ഞത്? ഹലോ, ക്ലിയർ ആവുന്നില്ല. എന്തായാലും ഇന്ന് ഉച്ചവരെ എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുക. ഹലോ, ഞാൻ പറഞ്ഞതുപോലൊന്നും കേട്ടോ? ഇല്ലില്ല, അത് മാറ്റിവെക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞേ? നാശം, ചില സമയത്ത് ഒന്നും പറഞ്ഞാലും കേൾക്കില്ല. റേഞ്ച് ഇല്ലാത്തൊരു വീട്. ഹലോ, ഞാനേ പുറത്തിറങ്ങിയിട്ട് വിളിക്കാം. ഹലോ, ഞാനന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഒരു മിനിറ്റ്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി CKC. വേണമെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോവാം.
കാര്യമൊക്കെ എന്താണെന്നേ CKC വന്നിട്ടറിഞ്ഞാ മതി. പഴയ പോലെ ഫോണിൽ കൂടി എല്ലാം പറഞ്ഞ് പ്ലാൻ ഒന്നും പൊളിച്ചു കളയാൻ ഞാനില്ല. ശ്ശോ, കേൾക്കാനും പറ്റുന്നില്ല. ഹലോ ഹലോ. ഞാനും അമ്മയും ഗൗതമും ചേർന്ന് നടത്തിയ ഈ നാടകത്തിൽ ഒന്നാം തരമായി തന്നെ നിങ്ങൾ വന്ന് വീണു തന്നു. വിഷമെന്ന് കരുതി നീയും നിന്റെ ആന്റിയും കൂടി നിർമ്മല ആന്റിക്ക് കോഫിയിൽ കലർത്തി കൊടുത്തത് എന്താണെന്ന് അറിയോ? നല്ല ഒന്നാം തരം പഞ്ചസാര പൗഡർ. സംഗതി കോഫിയിൽ അല്പം മധുരം കൂടി പോയെങ്കിലും അത് കുടിച്ചതിന് ശേഷം നിർമ്മല ആന്റി ആദ്യം ഗംഭീരമായിട്ട് അഭിനയിച്ചു. നിങ്ങളുടെ മുമ്പിൽ തന്നെ ബോധം കെട്ടങ്ങ് വീണു. ആ വീഴ്ചയ്ക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട്. എന്റെ പാറുവിന്റെ അഭിനയവും ഒട്ടും മോശമല്ലായിരുന്നു. ഈ നിമിഷം വരെയും കൊട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്തത് നിസാര കാര്യമാണോ? അല്ലേ പാറു? എന്തായാലും കൊലപാതക കുറ്റത്തിനകത്താവുന്ന ഭയന്നപ്പോ എന്നെ ചതിച്ച് നേടിയെടുത്ത എല്ലാ ഡോക്യുമെന്റ്സും തിരികെ തന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അതായിരുന്നു ക്ലൈമാക്സ്. നിർമ്മലാമ്മയുടെ ഈ തിരിച്ചുവരവ് ഒരു ടെയിൽ എൻഡ്, അത്രയുമാണ് കഥ. നിന്റെയും നിന്റെ ജ്യോതിർമയി ആന്റിയുടെയും ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് കുബുദ്ധി മാത്രമേ ഉള്ളൂ, ബുദ്ധി പ്രവർത്തിക്കില്ല. എടി, കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പ ചിന്തിക്കണ്ടേ ഞാൻ എന്തിനാണ് വീഡിയോ എടുത്തതെന്ന്? വെറുതെ നിങ്ങൾ നിർമ്മല ആന്റിക്ക് കോഫി കൊടുക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ?